മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അല്ലെങ്കിൽ യുഗാവസാനത്തിനും ഉള്ള അടയാളം എന്ത്? എന്താണ് ഈ യുഗം അവസാനിക്കുക അല്ലെങ്കിൽ അന്ത്യകാലത്തിന്റെ ലക്ഷണം എന്താണ്? കർത്താവിന്റെ വരവിനോടനുബന്ധിച്ച് ഉള്ള, ഞാൻ പറഞ്ഞല്ലോ, യേശുവിന് 1-ാമത്തെ വരവിൽ അന്ത്യകാലം ആരംഭിച്ചു. യേശുവിന്റെ 2-ാം വരവോടുകൂടെ ഈ അന്ത്യകാലം അവസാനിക്കുകയാണ്. ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, നിന്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളം എന്താണ്? അപ്പൊ യേശുവിന്റെ വരവുമായി ബന്ധപ്പെട്ട്, 2-ാമത്തെ വരവുമായി ബന്ധപ്പെട്ട് ആ അന്ത്യനാഴികയുടെ അവസാന സമയങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളുടെ ലക്ഷണം എന്താണ്, അടയാളം എന്താണെന്ന് കർത്താവിനോട് ചോദിച്ചു. കുറെ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. കർത്താവ് ആദ്യമായിട്ട് പറഞ്ഞത് തന്നെ ഈ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും എഴുന്നേൽക്കുമെന്നാണ്. കള്ളക്രിസ്തുവുണ്ട്, എതിർ ക്രിസ്തുവുണ്ട്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, രാഷ്ട്രീയ തലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, മനുഷ്യ ജീവിതത്തിനകത്ത് വരുന്ന മാറ്റങ്ങൾ, ശാസ്ത്രീയ തലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, സമുദ്രത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം കർത്താവ് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കാര്യം എടുത്തു പറഞ്ഞു. 24-ാം അധ്യായം മത്തായി അതിൻ്റെ 32-ഉം 33-ഉം വാക്യങ്ങൾ, പ്രത്യേകിച്ച് 32-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അത്തിയെ നോക്കിയിട്ട് ഒരു ഉപമ. കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ഉപമകളിലൂടെ പറഞ്ഞുപോയി. യഹൂദന് അത്തിയെക്കുറിച്ച് പറയുമ്പോൾ അവന് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം അവൻ്റെ കൃഷികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുന്തിരിയും ഒലിവും അതുപോലെ അത്തിയും. അത്തി എന്ന് പറയുമ്പോൾ അത്തി തളിർക്കുമ്പോൾ കാലാവസ്ഥയെ പോലും നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയും, പ്രവചിക്കാനായിട്ട് കഴിയും. കാരണം അതിൻ്റെ സീസൺ അതാണ്. അത്തി തളിർത്ത് അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ കാലാവസ്ഥ എന്താണ്? വേനൽ അടുത്ത് വരുന്നു. അല്ലെങ്കിൽ വേനൽ അടുക്കുന്നതിന് തൊട്ട് മുമ്പായി അത്തി എന്ന മരത്തിൽ, അത്തിവൃക്ഷത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും, ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിൻ്റെ കൊമ്പ് ഇളതാകും, ഇല തളിർക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ മനസ്സിലാകണം, കാലാവസ്ഥ മാറുകയാണ്. വേനൽക്കാലത്തിന് മുമ്പുള്ള ഒരടയാളമാണ് ഈ അത്തിവൃക്ഷത്തിൽ കാണുന്നത്. കർത്താവ് ഇതെന്തിനോട് സംബന്ധിച്ചാ കർത്താവ് പറഞ്ഞത്? അന്ത്യകാലത്തിന്റെ അടയാളം. അതിന് അത്തിയെ നോക്കി ഉപമ പഠിപ്പീൻ എന്ന് കർത്താവ് പറയാം. അതായത് അത്തി എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുമ്പോൾ ഒന്ന് അത്തിമരം തന്നെയാണ്. എന്നാൽ അതിനെ യഹൂദന്മാരുമായി ഉപമിച്ചുകൊണ്ട്, സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന, വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അനേകം സ്ഥലങ്ങൾ കാണാം. അതായത് അത്തിമരം എന്ന് പറയുന്നത്, അത്തിപ്പഴം എന്ന് പറയുന്നതിനെ യഹൂദനുമായി താരതമ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് കാണാം. അങ്ങനെയാണെങ്കിൽ യഹൂദനുണ്ടാകുന്ന ഒരു വളർച്ച, ഒരു തളിരിടൽ, ഒരു പുഷ്ടി, അത് അന്ത്യകാലത്തിന്റെ ഒരു അടയാളമാണ് എന്ന് കർത്താവ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ എവിടെയാണ് അത്തിയെ യഹൂദനുമായിട്ട് ഉപമിച്ചിരിക്കുന്നത്? നമുക്ക് നോക്കാം. ലൂക്കോസ് 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് കർത്താവ് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷത്തെ കുറിച്ച് പറയും. അത് യഹൂദനെ സൂചിപ്പിക്കുന്ന ഒരു ഉപമയായി കർത്താവ് പറയുകയാണ്. ഇവിടെ പറയുന്നത്, ഈ ഫലം കായ്ക്കാനായി ദൈവം തിരഞ്ഞെടുത്ത ലോകജാതിയിൽ ഉടനീളം അതിലെല്ലാറ്റിൽ നിന്നും ഒരു ജാതിയെ ദൈവം തിരഞ്ഞെടുത്തു. അതാണ് ഇസ്രായേൽ. അതിനെ വിശേഷമായ ഒരു സ്ഥലത്ത് മുന്തിരിത്തോട്ടത്തിൽ കൊണ്ട് നട്ടിട്ട് ഫലമുള്ളതായി തീരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഫലമില്ലാതിരിക്കുന്നൊരവസ്ഥ, അതിനെ വെട്ടിക്കളയൂ എന്ന് പറയുന്നു. എന്നാൽ മധ്യസ്ഥൻ ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് വീണ്ടും അതിന്റെ കാലാവധി നീട്ടിക്കൊടുക്കുകയാണ്. യോവേൽ പ്രവചനം 1-ാം അധ്യായം 7-ാം വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നു, എന്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു. ദൈവം പറയാണ്, എന്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു. നിങ്ങൾ അതിനെ തൊട്ട് മുകളിലുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ ആ പറഞ്ഞു വരുന്നതിന്റെ പശ്ചാത്തലം കാണാൻ കഴിയും. അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയം പോരാ. അതുകൊണ്ട് ഞാൻ ഈ വചനങ്ങൾ ചൂണ്ടിക്കാണിച്ചു പോവുകയാണ്. എന്റെ അത്തിവൃക്ഷം എന്ന യോവേൽ പ്രവചനത്തിൽ 1-ാം അധ്യായം 7-ൽ പറഞ്ഞിരിക്കുന്ന യഹൂദനെയാണ്. 2, ഹോശേയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം വാക്യം. ഹോശേയ പ്രവചനം 9-ാം അധ്യായം 10-ാം വാക്യം അവിടെ ഇരിക്കുന്നു, അത്തിവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ. ഇസ്രായേലിനെ കുറിച്ച് പറയുന്നതാണ്. അത്തിവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ എന്ന് പറഞ്ഞിരിക്കുന്നു, യഹൂദനെ കാണിക്കുന്നു. യിരെമ്യാവ് 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് യിരെമ്യാവിനുണ്ടാകുന്ന ദർശനത്തിനകത്ത് 2 കൊട്ടകൾ നിറച്ച് അത്തിപ്പഴങ്ങൾ ഇരിക്കുന്നത് കാണുന്നു. ഒന്ന് ഏറ്റവും നല്ലതും മറ്റൊന്ന് ഏറ്റവും ചീത്തയായി മോശമായതുമായ അത്തിപ്പഴങ്ങൾ. അത് ഇസ്രായേലിന്റെ അവസ്ഥയെ കാണിക്കുകയാണെന്ന് കാണുന്നു. ഇങ്ങനെ പല വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത്തി എന്ന് പറയുന്നത് ഇസ്രായേലിനെ കാണിക്കുവാൻ, യഹൂദനെ കാണിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതായി വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് പറയുമ്പോൾ
യഹൂദന്മാരായിരിക്കുന്ന ശിഷ്യന്മാർക്ക് വളരെ വ്യക്തമായി അത്തി എന്തെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യഹൂദരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു കാര്യം അവർക്ക് അത് ഗ്രഹിക്കാം, എളുപ്പമാണ്. എന്താണ് കർത്താവെ അങ്ങയുടെ വരവിൻ്റെയും യുഗാവസാനത്തിൻ്റെയും ലോകാവസാനത്തിൻ്റെയും അടയാളം എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ ശേഷം പറഞ്ഞ ഈ ഒരു അടയാളമാണ് ഏറ്റവും പരമപ്രധാനമായി നമ്മളിന്ന് ചിന്തിക്കുന്നത്. അതായത് യഹൂദൻ അത്തി അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. എന്നിട്ട് കർത്താവ് പറഞ്ഞ 33-ാമത്തെ വാക്യത്തിൽ, മത്തായി 24:33 പറഞ്ഞത്, അവണ്ണം തന്നെ ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ അവൻ അരികെ വാതിൽക്കൽ തന്നെ നിൽക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ വരവിന്റെ അടയാളത്തിന് മുമ്പ്, ആ കർത്താവ് വരുന്നതിന് മുമ്പ് അവസാന നാഴികയിൽ സംഭവിക്കേണ്ടത് എന്താണ്? അത്തി തളിർക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ അത്തി തളിർക്കും എന്ന് പറയുമ്പോൾ യഹൂദന്റെ വളർച്ചയെ കാണിക്കുന്നു, ഇസ്രായേൽ ജനത്തിന്റെ വളർച്ചയെ കാണിക്കുന്നു. ഈ അടുത്തിടെ ലോകത്തിൽ മുഴുവനും എല്ലാ കാലത്തും ലോകജനതയുടെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചു പറ്റുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുകയാണ് ഒരു ചെറിയ രാഷ്ട്രമായ ഇസ്രായേൽ. അപ്പൊ ഇസ്രായേലിന്റെ ചരിത്രം ഒരുപാട് നമുക്ക് ഇത് അടുത്തിടങ്ങളിലെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്, ഒത്തിരി പേർക്ക് അത് അറിയാം. ഈ ഇസ്രായേൽ ജനത്തിന് ഇങ്ങനെ ഒരുപാട് നാശങ്ങളുണ്ട്. അവരെ നശിപ്പിക്കാനായിട്ട് പല ഘട്ടങ്ങളിൽ, പല സമയങ്ങളിൽ പല രാജ്യക്കാർ, പല ജാതിക്കാർ അവർക്കെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞു. വലിയൊരു കൂട്ടം ജനതയെ അവർ ഉന്മൂലനാശനം ചെയ്തു. എന്നാൽ ദൈവം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഒന്ന്, നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിച്ചില്ല എങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ആ ശിക്ഷ ഈ ജനം അനുഭവിച്ചു. എന്നാൽ ഈ ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഈ ശിക്ഷ അനുഭവിച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ മടക്കി വരുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ മടക്കി വരുത്തും. ആ മടങ്ങി വരുവിൽ അവർക്കൊരു പുഷ്ടി ഉണ്ടാകും. അതാണ് അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ ഓർക്കുവീൻ എന്ന് കർത്താവ് പറഞ്ഞു വെച്ചത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്കുക, അവിടെ ഇനി കൃഷി ഉണ്ടാകത്തില്ല, പാഴ്നിലമാകുമെന്നെല്ലാം പറഞ്ഞിരുന്ന സ്ഥലമാണ്. എന്നാൽ നമ്മൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ, 37-ാം അധ്യായം വായിക്കുമ്പോൾ, നമ്മളെല്ലാം അസ്ഥികളുടെ താഴ്വരയെ കുറിച്ചുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഒരു ദർശനം ദൈവം യെഹെസ്കേലിന് കൊടുത്തത് കാണാൻ കഴിയും. ദൈവം ഈ യെഹെസ്കേലിനോട് ചോദിക്കുകയാണ്, ഈ അസ്ഥികളുടെ താഴ്വരയിൽ കൊണ്ടുപോയി പ്രവാചകനെ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, പ്രവാചക, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകന് പോലും ഒരു ബോധ്യമില്ല. ആ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല യജമാനെ, അവിടെ നിന്ന് അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയാണ്, ഈ അസ്ഥികൾ ഇസ്രായേൽ ജനമാകുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗത്തിൽ ഉണങ്ങി വരണ്ട് പ്രത്യാശ നഷ്ടപ്പെട്ട് തിരിച്ചൊരു പോക്കില്ലാതെ വിവിധ സ്ഥലങ്ങളിൽ പോയി അവിടെ ഇവിടെയുള്ള ഭാഷകളും പഠിച്ച് അവിടുത്തെ സാഹചര്യം, അവരുടെ സ്വന്തം ഭാഷ പോലും മറന്നു പോകുന്ന, എബ്രായ ഭാഷ പോലും മറന്നു പോകുന്ന അവസ്ഥയിൽ ചിതറിപ്പോയ, സംസ്കാരം തന്നെ നഷ്ടപ്പെട്ടു പോയ ഈ ഇസ്രായേൽ ജനം പ്രത്യാശയ്ക്ക് വകയില്ലാതെ ഉണങ്ങി ചിതറി ഇതാ അസ്ഥിയുടെ താഴ്വരയിൽ കിടക്കുകയാണ്. ആ ദർശനം ദൈവം യെഹെസ്കേലിന് കൊടുക്കുന്നു. ഈ ഇസ്രായേൽ ജനം ഇതുപോലെ ചിതറിപ്പോകും, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചിതറിപ്പോകും. എന്നാൽ അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അവരാവുകയാണ്. ഇതാണ് ഇസ്രായേൽ ജനം, ഇവരുടെ അവസ്ഥ. എന്നാൽ ഞാൻ അവരെ അവരുടെ അതിന്റെ 10, 11, 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ യെഹെസ്കേൽ 37 പറഞ്ഞിരിക്കുന്നു, ഞാൻ അവരുടെ ആ ശവക്കുഴികളെ തുറന്ന് ഞാൻ അവരെ ഇസ്രായേലിലേക്ക് മടക്കി കൊണ്ടുപോകും. ഹല്ലേലൂയ. ചരിത്രകാരന്മാർ പറയുന്നത്, ഈ ഇസ്രായേൽ ജനത്തെ ഇനി ഒരു കാലത്തിലും മടക്കി കൊണ്ടുവരാൻ കഴിയാത്ത വിധത്തിൽ അവർ നശിച്ചു, അവർ ചിതറി, അവർ ശക്തിഹീനരായി, അവർ ബലഹീനരായി എന്നൊക്കെയാണ്. പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ അവരെ മടക്കി കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം 30-ാം അധ്യായം 3-ാം വാക്യം, യിരെമ്യാ 30:3 അവിടെ പറയുന്നു, ഞാൻ മടക്കി വരുത്തും, അവർ അതിനെ കൈവശമാക്കും. ഏതിനെ? സ്വന്തം ദേശത്തെ. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത സ്വന്തം ദേശത്തെ. ദൈവം ഈ തിരഞ്ഞെടുത്ത തന്റെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി വാഗ്ദത്തം ചെയ്ത ഈ ഭൂമിയെ അവർ കൈവശമാക്കും എന്ന് ദൈവം പറഞ്ഞു. വേറെ ഇശ്മായേലിന്റെ സന്തതികളല്ല, അവർ എന്റെ ജനം, ഞാൻ തിരഞ്ഞെടുത്ത ജനം, ഞാൻ ശിക്ഷിച്ച ജനം, ഞാൻ തിരഞ്ഞെടുത്താക്കിയ ജനം, എന്റെ ജനം, ഇസ്രായേൽ ജനം അവിടേക്ക് മടങ്ങി വരും. ഞാൻ മടക്കി വരുത്തും, അവർ അതിനെ കൈവശമാക്കും. യെശയ്യാവ് 11-ാം അധ്യായം 11ഉം 12ഉം വാക്യങ്ങൾ എഴുതി, ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. അതിന്റെ അർത്ഥം 4 ദിക്കുകളിലേക്ക് ചിതറിച്ചു, അല്ലേ? ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ നിന്നെ ഭൂലോകത്തെങ്ങും ചിതറിച്ചു കളയും. ഭൂമിയുടെ 4 ദിക്കുകളിലും ചിതറിക്കിടക്കുന്ന ഈ ജനത്തെ മാനുഷ്യ പ്രയത്നം കൊണ്ട് മടക്കി വരുത്തുക പ്രയാസമാണ്. എന്നാൽ സൃഷ്ടികർത്താവ് ദൈവം പറയുകയാണ്, ഞാൻ
ഇങ്ങനെ പ്രത്യാശയില്ലാതെ ഉണങ്ങി വരണ്ട് നശിച്ച് ദ്രവിച്ചു കിടക്കുന്ന അസ്ഥികൾ പോലെ ഇരിക്കുന്ന ഇവരെ ഞാൻ മടക്കി വരുത്തും. ഹല്ലേലൂയ. ഇരമ്യാവ് 16-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ഇരമ്യാവ് 16-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ഇരമ്യാവ് 23-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഇരമ്യാവ് 30-ന്റെ 10-11 വാക്യങ്ങൾ. ഇവിടെ എല്ലാം നാം വായിക്കുമ്പോൾ അത് തന്നെ അവരെ മടക്കി വരുത്തും എന്നുള്ളതിന്റെ ആലോചനകൾ കർത്താവ് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. ആമോസ് 9-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ആമോസ് 9-ന്റെ 14-15. മീഖ പ്രവചനം 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. മീഖ 4-ന്റെ 4 മുതൽ 7 വരെ. സെഖറിയ 8-ാം അധ്യായം 4 മുതൽ 8 വരെ. സെഖറിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 4 മുതൽ 8 വരെ. ഇങ്ങനെ തുടങ്ങി അനേകം വചനങ്ങളിൽ ഈ ജനത്തിന്റെ ഈ ശിക്ഷ കഴിഞ്ഞാൽ ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്ന് ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന ജനത്തെ ഞാൻ മടക്കി വരുത്തും. അവർ അവരുടെ നാടിനെ, പലസ്തീൻ നാടിനെ അവർ സ്വതന്ത്രമാക്കും എന്ന് പറയുക. ഹല്ലേലൂയ. പലസ്തീൻ എന്ന് പേരിട്ടതെല്ലാം വളരെ സൂത്രമായിട്ടാണ്, വളരെ തന്ത്രപരമായിട്ടാണ്. ഇസ്രായേലർക്ക് ഇവിടെ അവകാശമില്ല എന്ന് കാണിക്കാൻ അവരുടെ ശത്രുക്കളായിരുന്ന ഫെലിസ്ത്യന്റെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പലസ്തീൻ എന്നുള്ള നാട് വരാൻ കാരണമായത്. കാരണം ഇസ്രായേൽ ഇവിടെ തുടച്ചു നീക്കണം, അവനിവിടെ ഒരു അവകാശമില്ലെന്ന് വരത്തക്ക രീതിയിൽ വളരെ സൂത്രപരമായിട്ടാണ് പലസ്തീൻ എന്ന നാട് ആ പേര് തന്നെ വരുവാനിടയായി തീർന്നത്. യഹൂദന് അവകാശപ്പെട്ട ആ സ്ഥലം കർത്താവ് പറഞ്ഞു, അത് ആരെല്ലാം കൈയടക്കി വെച്ചിരുന്നാലും, ഏതെല്ലാം ശക്തന്മാരായ രാഷ്ട്ര നേതാക്കന്മാർ അതിന് കൈത്താങ് കൊടുത്താലും, എന്റെ ജനം ഇസ്രായേൽ ജനം അതിനെ അവകാശമാക്കും. ഞാൻ അവരെ മടക്കി കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ദൈവവൈതലേ, ഇതിനിടയ്ക്ക് കയറി ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യങ്ങളുണ്ടെങ്കിൽ, ലോകം മുഴുവൻ എതിർത്ത് തകർക്കാൻ, ചിതറിച്ചു കളയാൻ എവിടെയെല്ലാം ഓടിച്ചാലും ദൈവം പറഞ്ഞ വാഗ്ദത്തം തക്ക സമയത്തിൽ നിറവേറ്റുക തന്നെ ചെയ്യും. മടക്കി വരുത്തുമെന്ന് പറഞ്ഞാൽ അവൻ മടക്കി വരുത്തും. അവകാശമാക്കുമെന്ന് പറഞ്ഞാൽ അവർ അവകാശമാക്കും. അതിനെ തടയാൻ ഒരു ശക്തികളും ദൈവശക്തിക്കെതിരെ ഇന്ന് വരെ എഴുന്നേറ്റിട്ടില്ല, ഇനി എഴുന്നേൽക്കുകയില്ല. കാരണം എന്റെ ദൈവം ജീവിക്കുന്നവനാണ്. അവിടുന്ന് വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അവിടുത്തെ സമയത്തിൽ അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ നിറവേറും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ മുടങ്ങിക്കിടക്കുന്നുവോ? ഇപ്പോൾ നിങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു, ചിതറപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നു, ദാരിദ്ര്യവും ദുഃഖവും പ്രശ്നങ്ങളും നിരാശകളും കൊണ്ട് വലഞ്ഞ് നിങ്ങൾ ചിതറിയ അനുഭവത്തിൽ എല്ലാം തീർന്നു, ഇനി നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്നുവോ? ദൈവ പൈതലേ, നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് എങ്കിൽ, വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അത് തക്ക സമയത്തിൽ നിറവേറ്റും. പ്രൈസ് ദി ലോർഡ്.